അന്നൊരുത്തൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയില്ലേ, ആ ഡ്രൈവർ സച്ചി. ആ പ്രശ്നമൊക്കെ അന്നത്തോടെ തീർന്നില്ലേ? ഭ്രാന്ത് പിടിച്ച ഒരുത്തനാ അവൻ. സച്ചേട്ടൻ ഗൂഗിളിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് നല്ല ഭയമുണ്ട്. സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കാനും എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ ഞാൻ സച്ചിയുടെ കാല് പിടിക്കാം. അതുവരെ എനിക്ക് സമയം തരണം. ഇനി അർച്ചനയുടെ മരണമാ സച്ചി ആഗ്രഹിക്കുന്നെങ്കിലേ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം. സച്ചി, നമ്മൾ രണ്ടുപേരും നഷ്ടപ്പെട്ടവരാ, ഒരേ ദുഃഖം അനുഭവിച്ചവരാ. അർച്ചനയോടത്തുള്ള നല്ല ജീവിതം സച്ചിക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടി എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം അത് അർച്ചനയ്ക്ക് കൊടുത്തേ പറ്റൂ. അതുവരെ വീട്ടിലൊരാളോട് പോലും സച്ചി ഈ കാര്യം പറയരുത്. പറഞ്ഞ എല്ലാവരോടും അർച്ചനെ അന്വേഷിച്ചു വരും. അവരെ ആരെയും അർച്ചന തിരിച്ചറിയണമെന്നില്ല. അത് പിന്നെ എല്ലാവർക്കും സങ്കടമാവും. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ക്ഷമിക്കണം, കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റൂ സച്ചി. സച്ചിയുടെ പഴയ അർച്ചനെ ഞാൻ തിരിച്ചു തരും. ഇതെന്റെ ഉറപ്പാ. സച്ചി, ഗൂഗിൾ സാറിന്റെ ഈ വാക്കുകളിൽ സത്യമുണ്ട്. തൽക്കാലം കാത്തിരുന്നേ പറ്റൂ. മോളെ, ഗോകുല് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അവൻ എന്തിത്ര താമസിക്കുന്നേ? സാധാരണ എല്ലാ ദിവസവും ഇതിനു മുൻപ് വരുന്നതല്ലേ? അവൻ മോളോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഓഫീസിൽ എന്തെങ്കിലും തിരക്ക് കാണും. എന്നാ പിന്നെ അവനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ലാതെ ബാക്കിയുള്ളവരെങ്ങനെ തീരെയിരിക്കണോ? അമ്മ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഗൂഗിള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഓഫീസിലെ ജോലിയൊക്കെ തീർന്നപ്പോ ചിലപ്പോൾ ലേറ്റായി കാണും. കുറച്ചു ദിവസം കൊണ്ട് അവന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കൊരു വല്ലാത്ത ടെൻഷനാ മോളെ. എന്തിന്? അന്നൊരുത്തൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയില്ലേ, ആ ഡ്രൈവർ സച്ചി. ആ പ്രശ്നമൊക്കെ അന്നത്തോടെ തീർന്നില്ലേ? ഭ്രാന്ത് പിടിച്ച ഒരുത്തനാ അവൻ. സച്ചേട്ടൻ ഗൂഗിളിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് നല്ല ഭയമുണ്ട്. സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കാനും എനിക്ക് പറ്റില്ല. അത് കൂടുതൽ സംശയത്തിനിടയാക്കും. മോൾ എന്താ ആലോചിക്കുന്നേ? അമ്മ പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മോള് ഗൂഗിളിൽ നിന്ന് വിളിച്ചു നോക്ക്. ഞാൻ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ല. എന്താ മോളെ? ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഈശ്വര, അമ്മ പേടിച്ച പോലെ ഇനി അവർ തമ്മിൽ എങ്ങാനും കണ്ടോ? എന്തായാലും ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് സച്ചേട്ടൻ അടങ്ങിയിരിക്കില്ല.
എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്നെ കണ്ട കാര്യം ഇതുവരെ സച്ചേട്ടൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി എന്നെ അന്വേഷിച്ച് വന്നേനെ. മോളെ ഒന്നുകൊണ്ടൊന്ന് വിളിച്ചു നോക്കും മോളെ. അവൻ എടുക്കുന്നില്ല അല്ലേ? ഇല്ലമ്മേ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. മോളെ, നമുക്ക് രാജീവിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? അവൻ എവിടെയുണ്ടെന്ന് ഒന്ന് അന്വേഷിക്കാൻ. അമ്മ ഇങ്ങനെ പേടിക്കാതിരിക്കുക. നമ്മള് രാജീവിനെ വിളിച്ചു പറഞ്ഞാ രാജീവ് എന്തായാലും പോലീസുകാരുമായിട്ട് ഗൂഗിളിനെ അന്വേഷിച്ചിറങ്ങും. അത് ചിലപ്പോ ഗൂഗിളിന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. ഗൂഗിൾ വരും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം.